യൂത്ത് കോൺഗ്രസിലെ പുനഃസംഘടനയിൽ അതിലെ അതൃപ്തി പരസ്യമാക്കി ഇന്ന് അബിൻ വർക്കി രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ദേശീയ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട അബിൻ ആവശ്യപ്പെട്ടു. യോഗ്യനായതുകൊണ്ടാണ് അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതെന്നുള്ളതാണ് വി ഡി സതീശൻ വിഷയത്തിലെ പ്രതികരണം. പ്രതിഷേധം ഉണ്ടെങ്കിലും ഇനി കൂടുതൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ട എന്നാണ് AI ഗ്രൂപ്പുകളുടെ തീരുമാനം. ഞാൻ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനം അംഗീകരിക്കും. പക്ഷെ ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയോട് എന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണം. അടിയുറച്ച പാർട്ടി പ്രവർത്തകനായി അവർ പ്രതീക്ഷിക്കുന്ന ഒരു പോരാളിയായി ഞാൻ എങ്ങനെയാണോ നിന്നത് അങ്ങനെ തന്നെ ഞാൻ കേരളത്തിൽ തുടരാൻ ഞാൻ തയ്യാറാണ്. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ടുകൾ നേടി വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ പ്രസിഡന്റാക്കണമെന്ന ആവശ്യം ഐ ഗ്രൂപ്പ് തുടക്കം മുതൽ ഉന്നയിച്ചിരുന്നു. നിലവിൽ വന്ന പട്ടികയിൽ അബിന് സ്വാഭാവിക നീതി നിഷേധിച്ചു എന്നാണ് ഐ ഗ്രൂപ്പിന്റെ വിമർശനം. ഇതേ അതൃപ്തിയാണ് അബിൻ വർക്കിയും പരസ്യമാക്കിയത്. സാമുദായിക സമവാക്യം എന്ന ഘടകം പരിഗണിക്കാത്തതിലെ പ്രതിഷേധവും അബിന്റെ വാക്കുകളിലുണ്ട്. നേതൃത്വമാണ് അതൊക്കെ വിശദീകരിക്കുന്നത്. ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു മതേതരത്വം പേർന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ? ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എന്റെ കുഴപ്പം? എന്നാൽ ഈ പ്രതികരണത്തിൽ പിന്നീട് ഫേസ്ബുക്കിലൂടെ അബിൻ വർക്കി വിശദീകരണവും നൽകി. KPCC KSU അധ്യക്ഷന്മാർ ക്രിസ്ത്യാനി ആയതുകൊണ്ട് തഴയപ്പെട്ടതാണോ എന്ന ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത്. മതേതരത്വം എന്നത് കണ്ണിലെ കൃഷ്ണമണി പോലെ പേറുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നും അബിൻ വർക്കി കുറിച്ചു. എന്നാൽ കേരളത്തിൽ നിൽക്കണമെന്ന അബിന്റെ ആവശ്യം പരിഗണിക്കില്ലെന്ന സൂചനയാണ് നേതൃത്വം നൽകുന്നത്. കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം? കേരളത്തിൽ നിൽക്കട്ടെ. നല്ല ടീമാണ്, നന്നായി വർക്ക് ചെയ്യും. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുള്ള ഒരു ടീമാണ്, നന്നായി വർക്ക് ചെയ്യട്ടെ. I don't know, but this is organizational internal matter and I haven't talked with him. He hasn't approached me right now. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.